ആദ്യം ഒരു 2 മിനിറ്റ് നമ്മൾ കുറച്ച് വീഡിയോ ഒന്ന് കാണേണ്ടതുണ്ട്. എന്നല്ല ശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം. കേട്ടോ, ഒരു ചേച്ചി വന്നിട്ട് തങ്ങളെ മുമ്പിൽ കരഞ്ഞിട്ട് ആ ചേച്ചിനെ കൊണ്ടാണ് ഈ സ്വർണം അവർക്ക് കൊടുപ്പിക്കുന്നത്. തങ്ങളല്ലേ കൊടുക്കുന്നത്. തങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്വർണം തങ്ങളെടുത്തേക്ക് അവരെ നാത്തൂനാണ്. ഇതൊക്കെയാണ് വേണ്ടത് മക്കളെ. ഈ ചേച്ചിയാണ് ഈ പൊന്നു പെങ്ങളെ നോക്കി വളർത്തിയത്. നാത്തൂനാണ് ഭർത്താവിന്റെ. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളുള്ളത് അങ്ങകലെ ദങ്ങടുത്ത് ബഹ്റൈൻ്റെ അടുത്തുള്ള ദുബായിലാണ്. ഇന്ന് രാവിലെ തങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ച് തങ്ങളോട് ഞാൻ പറഞ്ഞു, സയ്യിദ് അവർകളെ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം തങ്ങളെക്കുറിച്ചല്ല, തങ്ങളെ പൊന്നോമന അനിയനെക്കുറിച്ച് ഒരു എന്താ പറയേണ്ടതെന്ന് ഓർമ്മയില്ല. അവർ സഹോദരൻ തങ്ങൾ പറയുന്നത് പോലെ തന്നെ പറയാ, നല്ല ബുദ്ധി കൊടുക്കട്ടെ അള്ളാഹു. എന്തൊക്കെയോ കോപ്രാട്ടിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് തങ്ങൾ അനിയന്റെ മുഖമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വീഡിയോ ഒന്നും ഞാൻ അതിൽ വിടുന്നില്ല. എന്താണ് സഹോദര നാളെ നമ്മളൊക്കെ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുമ്പം രാത്രി ഒരു വേള ചിന്തിച്ച് നോക്കുക. ഇന്ന് കിടന്നുറങ്ങുന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നാളെ നേരം വെളുക്കുമ്പം ഈ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ എന്നുള്ളത്. നമ്മളെ സഹായിക്കാൻ അസ്രായേൽ വരുന്ന സമയത്ത് തൊട്ടടുത്തൊരു ഇത്തിരി വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടാവുമോ? നാട്ടിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നാട്ടിൽ നടക്കുന്നു. ഇതിനൊന്നും പ്രതികരിക്കാതെ നല്ലത് ചെയ്യുന്ന ആ നാട്ടിൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ അവിടെ നടന്ന ആ വിവാഹ മംഗളങ്ങൾ ഇതര സമുദായത്തിൽപ്പെട്ട 2 കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തങ്ങളും തങ്ങളെ ബന്ധപ്പെട്ടവരും ആ നാടിനെ ഒന്നാകെ എന്താ പറയണ്ടേ, ഇത്രയും വളരെ സുന്ദര സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളിത് കാണുന്നുണ്ടോ? ഖദർ മണ്ഡപം ഒരുക്കിയിരിക്കുകയാണ്. ഖദർ മണ്ഡപം ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അവരെ മതത്തിന് കണ്ട നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ നമ്മൾ തന്നെയാണ്. കേട്ടോ, കല്യാണത്തിന് ഓനെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ ആളുകൾ കൂടിയത് കൊണ്ട് ഞാൻ പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് തങ്ങൾ തീരുമാനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ ആ മക്കളെ കല്യാണം തീരുമാനിച്ചത്. അതല്ലാതെ പൈസന്റെ കുറവോ നിങ്ങൾ കണ്ടോ? നിങ്ങള് ഉമ്മാരും പെങ്ങന്മാരൊക്കെ കണ്ടോ? പെങ്ങനെ വിചാരിക്കണ്ടേ ഇപ്പൊ എത്തിച്ചാൽ മതി എന്നില്ലേ? അല്ലാതെ ബർക്കത്ത് ചെയ്യട്ടെ. ആ നാടിന് സ്നേഹ സൗഹാർദ്ദത്തിന്റെ 1000 സന്ദേശങ്ങളായിരുന്നു അവിടെ വിളിച്ചോതിയത്. ആ മജ്‌ലിസിലെ കസേരയിൽ ഇരിക്കേണ്ട ബഹുമാനപ്പെട്ട സയ്യിദ് അവർകള് ഓടി നടക്കുകയാണ്. ആ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നില്ല. പാവപ്പെട്ട തങ്ങള് 2 കൈ ഇങ്ങനെ കൂപ്പി നിന്നുകൊണ്ട് ആ ആളുകളെ അടുത്ത് നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ അവരോടൊപ്പം അവരിൽ ഒരാളായിട്ട് ഇതെന്റെ കുഞ്ഞു പെങ്ങളാണ് കേട്ടോ നോക്കണമെന്ന് ആ പുയ്യാപ്പിളനോട് പോയി പറയുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ. സ്വന്തം മാങ്ങളെ സ്വന്തം അച്ഛൻ പറയുന്ന പോലെ ഇതെന്റെ മോളാണ് കേട്ടോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം, എന്നെ വിളിക്കണം കേട്ടോ, നിങ്ങളെ ഞങ്ങൾ സൽക്കരിക്കട്ടോ, സൽക്കാരത്തിന് വരണം കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് എത്ര വട്ടം അവിടെ വന്ന ആളുകളോട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും മൈക്കിലൂടെ ഒക്കെ തങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക. ഒരു തങ്ങൾ സയ്യിദ് അവറുകൾ കാണിക്കുന്ന ഒരു മര്യാദ, അതിന് നമ്മളൊക്കെ നന്ദി പറയേണ്ട നമ്മളൊക്കെ തങ്ങളെയും തങ്ങളെ കുടുംബത്തെയും ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് കാണുമ്പം പ്രതികരിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് സയ്യിദിൻ്റെ അടുത്ത് ദുബായിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് എനിക്കിന്നൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. വീഡിയോ നിർത്തിയതായിരുന്നു. കാരണം ഒരുപാട് സയ്യിദിനെ കുറിച്ച് കഴിഞ്ഞ നോമ്പിന് തുടങ്ങിയ ആ വീഡിയോ പരമ്പകൾ ആണും പെണ്ണും തങ്ങളെ ചെറുപ്പകാലം മുതൽ തന്നെ തങ്ങളെ പോറ്റി വളർത്തി വലുതാക്കിയ ആളുകൾ തന്നെ തങ്ങളെ തേജോവധം ചെയ്ത് നമ്മളൊക്കെ കണ്ടു. അവരൊക്കെ ഇത് പിന്തിരിഞ്ഞ് ഇപ്പം പുതിയ ആളുകൾ കടന്നു വരികയാണ്. തങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ ചെയ്തോളി, എൻ്റെ പേരിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറലാകാം, നിങ്ങൾക്ക് വ്യൂവേഴ്സ് കൂടും. സത്യമാണത്.
നിങ്ങൾ ഓരോ വീഡിയോസ് നോക്കണേ. ആറ്റക്കോയ തങ്ങൾ നൂറെ ഹബീബിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ വ്യൂവേഴ്സുകൾ കൂടും. കാരണം തങ്ങളെക്കുറിച്ച് അറിയാൻ, തങ്ങളെക്കുറിച്ച് കേൾക്കാൻ. അവിടെയൊക്കെ ഇന്നലെ മെഞ്ഞാത്ത പരിപാടിയിൽ നമ്മൾ കേട്ട് അവരൊക്കെ എറിയുന്ന ഓരോ കല്ലുകളും പൂമാലകളായിരുന്നു അവിടെ നിന്നാണ്. അവർക്ക് പൂമാലകളായിട്ടാണ് അവിടേക്ക് കൊണ്ടത്. ഓരോ കല്ലെറിയുന്ന സമയത്തും ആ തങ്ങളെ ഹൃദയത്തിലേക്ക് അത് സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ട് തങ്ങൾ അത് ഏറ്റെടുത്ത് അവർക്ക് നല്ലത് കൊടുക്കട്ടെ എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്ന സയ്യിദിന് അവറുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനത്തെ സയ്യിദിൻ്റെ പിന്തുടർച്ചാവകാശിയായി സയ്യിദിൻ്റെ കൂടെ വലങ്കായിയായി നിൽക്കുന്ന പൊന്നുമോനായ ചെറിയ തങ്ങളെപ്പോലും എന്തൊക്കെയോ ഇത്രയും മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളും ജീവിക്കുന്ന ഈ ലോകത്താണ്, ഞാനും ജീവിക്കുന്ന ഈ ലോകത്താണ്, സയ്യിദും ജീവിക്കുന്നത് ഈ ലോകത്താണ്. ഈ ലോകം ഒരുപാട് പണ്ഡിതന്മാർക്ക് കാണിച്ചു കൊടുത്ത ഒരു ലോകമാണ് ഈ ലോകം. നമ്മളൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്ത്. എങ്ങനെ നടക്കണം നമുക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും നടക്കാം. പക്ഷെ നമ്മളെ നാവിനെ നമ്മൾ നോക്കുക തന്നെ വേണം. ഇന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇതിന് കമൻ്റ് അടിക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇഷ്ടം പോലെ ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ടാകും സഹോദര. കഴിഞ്ഞ ദിവസങ്ങളോളം സയ്യിദ് അവറുകളെ കുറിച്ച് പറഞ്ഞ ഓരോ വീഡിയോ ഇറക്കിയ ആളുകളും കഴിഞ്ഞ ദിവസം എന്നോട് വീഡിയോ നിർത്താൻ പറഞ്ഞ ആളുകൾ എന്നോട് വിളിച്ച് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നൂറെ ഹബീബിൻ്റെ ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് അറിയായിരുന്നോ? നിങ്ങൾ അറിയായിരുന്നോ? സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. 4 മാസം മുന്നേ ഞാൻ എൻ്റെ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഉമ്മ തൊട്ടപ്പുറത്തുള്ള ആമിനത്താത്തിനോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, നമുക്കൊന്ന് പോകണം ആമിന, കൊടക്കാട്ട് തങ്ങളടുത്തേക്ക് നമുക്കൊന്ന് പോകണം, തങ്ങളെ ഒന്ന് കാണാമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ഉമ്മ പറയുന്നത് ഞാനിങ്ങനെ വെറുതെ കേൾക്കുകയാണ്. ഞാനൊക്കെ ജനിച്ച സമയത്ത് എൻ്റെ നാവ് കൊണ്ട് ആദ്യം വന്നത് ഉമ്മ എന്നുള്ളൊരു വാക്കുകളായിരുന്നു. ആ ഉമ്മാൻ്റെ വായിൽ നിന്ന് ഈ തങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞ് ഇന്നെനിക്ക് 50 വയസ്സായി. എനിക്കൊരു മോനുണ്ട്, ചെറിയ മോനുണ്ട്, 8 മാസമായൊരു മോന്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഓർമ്മയില്ല, എൻ്റെ ചെറിയ മോനക്ക് 8 മാസമായിട്ടേ ഉള്ളൂ. ഈ വയസ്സായ കാലത്ത് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് എൻ്റെ ഒരു പൊന്നുമോൻ. അൽഹംദുലില്ലാ. അള്ളാഹു ആ പൊന്നുമോന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ പൊന്നുമോൻ ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഓൻ ആദ്യം വിളിക്കുന്നൊരു വാക്കുണ്ടായിരുന്നു, ഉമ്മ ഉമ്മ ഉമ്മ. ആരെ കണ്ടാലും ഉമ്മാന്ന് വിളിക്കും. ഞാൻ എൻ്റെ ഭാര്യനോട് ചോദിക്കും, ഒരു വട്ടമെങ്കിലും ഓന് ഉപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കും, മോനെ ഉപ്പാന്ന് ഒന്ന് വിളിയെന്ന്. ഇപ്പോൾ ഓൻ വിളിക്കുന്നത് എന്താ? ഉമ്മ 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 എന്ന്. അപ്പം എൻ്റെ ഭാര്യ അവിടുന്ന് സന്തോഷം കൊണ്ട് ഓളെയാണല്ലേ വിളിക്കുന്നത്, എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന്. അതാണ് നമ്മുടെ ഉമ്മമാർ. ആ ഉമ്മാൻ്റെ വായിന്ന് എനിക്ക് കിട്ടിയ ഒരു വാക്കാണ് ഈ ആറ്റക്കോയ തങ്ങൾ നൂറെ ഹബീബ്. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ തൊട്ടപ്പുറത്ത് അയൽവാസിയായ ആമിനത്താത്തൻ്റെ പൊന്നുമോന് പോലും ഇല്ലാത്ത ദോഷങ്ങളില്ലായിരുന്നു. അവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ അവനെ കൊണ്ടുവരാൻ ആ ഉമ്മക്കും സാധിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ നൂറെ ഹബീബിൻ്റെ മജ്ലിസിലിരുന്ന് സലാത്തുൽ ഫാത്തിഹയൊക്കെ ഓതിയിട്ട് അവിടുന്ന് ദുആ ചെയ്തത് കൊണ്ടാണ്. സലാത്തുൽ ഫാത്തിഹൻ്റെ പുണ്യമാണ് മക്കളെ അവിടെ നടക്കുന്നത്, മറ്റൊന്നുമല്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. തങ്ങളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും നന്ദികേട് നമ്മൾ കാണിക്കരുത്. ഇനിയും എത്രയെത്ര വീടുകൾ വെച്ച് കൊടുത്തു, എത്രയെത്ര യത്തീം കുട്ടികൾക്ക് അദ്ദേഹം ജീവിതം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടുത്തെ 40ാമത്തെ മജ്‌ലിസിൽ വെച്ചിട്ട് എൻ്റെ കുട്ടികൾ ഇവിടെ നിന്നൊരു സ്കൂളിൻ്റെ ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ മക്കളോട് പറയാം, മക്കളെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയണം കേട്ടോ എന്ന്. വരുന്ന വഴിയിലുടനീളം ദക്ഷിണ കൊടുക്കാനും സംഭാവന കൊടുക്കാനൊക്കെ തങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളെ കൊടുക്കുന്ന പൈസയാണെങ്കിലും തേനി വിൽക്കുന്ന പൈസയാണെങ്കിലും ആ ഒരൊറ്റ മനുഷ്യനുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ പബ്ലിക്കായിട്ട് കണ്ടതാണ്. ആ 2 കുട്ടികളെ കുടുംബത്തെ ചേർത്ത് പിടിച്ച ഒരു തങ്ങൾ. അത് പിടിക്കണമെങ്കിൽ നിങ്ങളും ഞാനും ഒക്കെ തങ്ങളുള്ള കൂടെ ഉള്ളത് കൊണ്ടാണ്. ആ തങ്ങളെക്കുറിച്ച് ഇത്രയും വൃത്തികെട്ട, തങ്ങൾ അനിയനെക്കുറിച്ചും വൃത്തികെട്ട മോശമായിട്ട് പറയുന്ന സഹോദര, ഒരു വട്ടം ചിന്തിച്ച് നോക്കണം. നിന്നെ ചിന്തിച്ച് നോക്കുക. നിനക്കുമുണ്ട് ഒരു കുടുംബം, നിനക്കുമുണ്ട് ഇതേപോലെ ഒരു നാടും നാട്ടുകാരും ഒക്കെ. അവരും നാളെ നിന്നെക്കുറിച്ച് വേണ്ടാത്തത് പറയാൻ ഒരു അവസരം നീ ഉണ്ടാക്കരുത് സഹോദര. നീ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പബ്ലിക്കായിട്ടാണ്, സോഷ്യൽ മീഡിയയിലാണ്. ഒരിക്കലും നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഞാനും നിങ്ങളും വിടുന്ന ഈ വീഡിയോ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വാക്കുകളും പറയാൻ. തങ്ങൾ ചെയ്യുന്നത് ചെയ്തോട്ടെ, നല്ലതല്ല ചെയ്യുന്നത്. തങ്ങളൊരാളെ കള്ള് കുടിക്കാൻ പഠിപ്പിക്കുന്നില്ല, ചീട്ട് കളിക്കാൻ പഠിപ്പിക്കുന്നില്ല, അനാവശ്യത്തിലേക്ക് പോകാൻ പഠിപ്പിക്കുന്നു. തെറ്റിലേക്ക് പോകുന്ന മനുഷ്യരെ, ഒരുപാട് പ്രശ്നങ്ങൾ വിഷമങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് തുറന്നു പറയാൻ ഒരിടം
അത് തങ്ങൾ കേൾക്കുന്നു. അവിടെ സലാത്തുൽ ഫാത്തിഹന്റെ മജ്ലിസിൽ വന്നുകൊണ്ട് അവർ റബ്ബിനോടാ ദുആ ചെയ്യുന്നത് അല്ലേ? പടച്ചവനോട് ദുആ ചെയ്യുന്ന ആ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, സലാത്തുൽ ഫാത്തിഹന്റെ ഫദ്ല് കൊണ്ട് അവരുദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറുന്നു. അവിടുന്ന് കിട്ടുന്ന തേനെ കുറിച്ച് വയനാട്ടിൽ നിന്ന് ഒരു ഇത്താത്ത പറഞ്ഞ കഥ എനിക്ക് ഓർമ്മയുണ്ട്. ആ ഇത്താത്തൻ്റെ മോനെ, എന്നാൽ എൻ്റെ കുടുംബം തന്നെയാണ്, അവരെ മോന് ഇല്ലാത്തൊരു അസുഖം ഉണ്ടായിരുന്നു. ഈ തേന് കൊടുത്തതിന് ശേഷം ആ അസുഖം പാടെ മാറിപ്പോയി. ഒരുപാട് ഡോക്ടറെ കാണിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ കൊണ്ട് ഇന്ന് തങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ചങ്ങലിടാൻ എനിക്കോ നിങ്ങൾക്കോ ആർക്കും കഴിയില്ല. കഴിയുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് പടച്ച റബ്ബ് മാത്രമാണ്. ഞാൻ ഇന്ന് തങ്ങളെ ബഹ്റൈനിലേക്ക് ക്ഷണിച്ച് ഞങ്ങൾ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. ഞാൻ തങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു, തങ്ങളെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് തങ്ങൾ അനിയൻ്റെ പേരിൽ മെച്ചമായി സംസാരിച്ച് അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത്, ഒരു വാക്ക് പോലും തങ്ങൾ എന്നോട് നിങ്ങൾ വീഡിയോ ചെയ്ത് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് സുഖമാണോ? ഭക്ഷണം കഴിച്ചോ? എന്താണ് വിശേഷം? വീട്ടിൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സയ്യിദ് അവർ എന്നോട് ചോദിക്കുകയാണ് ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ സമയത്ത്. അതാണ് ആ മനുഷ്യൻ്റെ മനസ്സ്. അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ ഒന്ന് വെറുതെ ഇരിക്കാനൊരു സമയത്തിനൊരു പൂതി, ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഓടി നടക്കുകയാണ്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കൊണ്ട് അതാ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങി. അവിടെയും നമ്മൾ 10-20,000 ആളുകളെ ഓൺലൈനിൽ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടി ദുആ. സുബഹി നിസ്കാരം കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെയും മജ്ലിസ്, പിന്നെയും പോകുന്നു, ജോലിക്ക് പോകുന്നു. എല്ലാ പണിയും കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും നമുക്ക് വേണ്ടി ഓടി നടക്കുന്നു. ഇന്ന് തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, പടച്ച റബ്ബ് എന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതെനിക്ക് പൂർത്തീകരിച്ചേ പറ്റുമെന്ന്. നോക്കണം നിങ്ങൾ. അത് മനസ്സിലാവണമെങ്കിൽ യത്തീം ആരാണെന്ന് മനസ്സിലാക്കണം. യത്തീമിൻ്റെ വില മനസ്സിലാക്കിയ ഒരു സയ്യിദാണത്. വിശപ്പിൻ്റെ വില മനസ്സിലാക്കിയതാണ്. എൻ്റെ അടുത്തുള്ള കുട്ടി നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പട്ടിണി കിടന്ന മനുഷ്യനായിരിക്കും ചിലപ്പെങ്കിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും എപ്പോഴാരെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവിട്ടെന്ന് പറയുന്നത്. എത്ര വട്ടാണ് മെഞ്ഞാത്ത മജ്ലിസിൽ അദ്ദേഹം പറയുന്നത്, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കാണണം, കേൾക്കണം, അദ്ദേഹത്തെ മനസ്സിലാക്കണം. മോശമായതൊന്നും പറയാതെ നമ്മളെ നാവിനെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. അസ്സലാമു അലൈക്കും.